മിഥില ബാലൻ തുടരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. മിഥില, അവരെ ഈ കരയിലേക്ക് എത്തിക്കും, അത് ഈ ബേപ്പൂരിലേക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. ആംബുലൻസുകളൊക്കെ അവിടെ എത്തിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ മംഗലാപുരത്തേക്ക് എന്നുള്ള റിപ്പോർട്ട് കൂടി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടല്ലോ മിഥില. ഉന്മേഷ് അല്പസമയം മുമ്പ് പോർട്ട് ഓഫീസറുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സാധ്യത എന്ന കാര്യം തന്നെയാണ്. ഇതിലൊരു കൺഫർമേഷൻ ഇതുവരെ ലഭിച്ചിട്ടില്ല. ഏത് തീരത്തേക്ക് ഇവരെ എത്തിക്കും എന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് ഇതുവരെ ലഭ്യമായിട്ടില്ല. എന്നിരുന്നാൽ പോലും നേരത്തെ പറഞ്ഞ ആ ഒരു സാധ്യത ഉള്ളതുകൊണ്ട് തന്നെയാണ് 2 ആംബുലൻസുകൾ നിലവിലിപ്പോൾ ബേപ്പൂർ തുറമുഖത്ത് എത്തിച്ചിട്ടുണ്ട്. മറ്റ് വൈദ്യസഹായങ്ങൾ ലഭ്യമാക്കാൻ സമീപത്തെ സ്വകാര്യ ആശുപത്രികൾക്ക് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് സർക്കാർ ആശുപത്രികൾക്കെല്ലാം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു തുറമുഖത്ത് പരിക്കേറ്റവരെ എത്തിക്കുകയാണെങ്കിൽ അവരെ വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് വേണ്ട വൈദ്യസഹായം നൽകാനുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഈ തുറമുഖത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതാണ്, ഈ പോർട്ട് ഓഫീസർ പറയുന്നത് പ്രകാരം ഈ ഒരു സാധ്യത വിരളമാണ് എന്ന് പറയുന്നത് ഈ പോർട്ടിൻ്റെ ചില പ്രശ്നങ്ങൾ തന്നെയാണ്. പോർട്ടിൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ പോർട്ടിന് വലിയ കപ്പലുകൾ ഈ പോർട്ടിലേക്ക് ഡയറക്റ്റ് എത്തിക്കാൻ കഴിയില്ല. കപ്പൽ ചാലിന് ആഴം കുറവാണ്. കപ്പൽ ചാലിന് ആഴം കുറവായതുകൊണ്ട് തന്നെ സാധാരണഗതിയിലും ഇങ്ങോട്ട് വലിയ കപ്പലുകൾ എത്താറില്ല. അതുകൊണ്ട് തന്നെ 2 ഡെക്ക് ബോട്ടുകൾ ഇവിടെ സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. ഇവർ ഇങ്ങോട്ടാണ് വരുന്നത് എന്ന ഒരു അറിയിപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ ഈ 2 ഡെക്ക് ബോട്ടുകൾ പുറംകടലിലേക്ക് പോകും. എന്നിട്ട് ആ പരുക്കേറ്റ ആളുകളെ ഈ ഡെക്ക് ബോട്ടുകളിലാക്കി ഇവിടെ തുറമുഖത്ത്, അതായത് ബേപ്പൂർ പോർട്ടിൽ എത്തിക്കും. അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ വൈദ്യസഹായത്തിനായി അവരെ ആശുപത്രികളിലേക്ക് മാറ്റുന്ന തരത്തിലുള്ള സജ്ജീകരണമാണ് ചെയ്തിട്ടുള്ളത്. ജില്ലാ ഭരണകൂടം ഇവിടെ മാത്രമല്ല മറ്റ് അടിയന്തര സേവനങ്ങൾ ലഭ്യമാക്കേണ്ട എല്ലാ സ്ഥലത്തും, കോസ്റ്റൽ പോലീസിൻ്റെ അടുത്തും മറ്റ് സിറ്റി റൂറൽ പോലീസുകൾക്കും എല്ലാം തന്നെ ജാഗ്രതാ നിർദ്ദേശം, ഇതുമായി ബന്ധപ്പെട്ട ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബേപ്പൂർ കോസ്റ്റ് ഗാർഡിൽ നിന്നും ഒരു ബോട്ട് ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. 11:30 ആ ബോട്ട് പോയിട്ടുള്ളത്. ബേപ്പൂരിൽ നിന്നും 70 കിലോമീറ്റർ അകലെയാണ് ഈ അപകടം നടന്ന സ്ഥലം. അതുകൊണ്ട് തന്നെ കുറച്ച് അധികം സമയം എടുക്കും അങ്ങോട്ട് ഈ കോസ്റ്റ് ഗാർഡിൻ്റെ ബോട്ട് എത്താൻ എന്നതും കോസ്റ്റ് ഗാർഡിൽ നിന്നും ലഭ്യമാവുന്ന വിവരമാണ്. ഇതാണ് നിലവിൽ ബേപ്പൂർ തുറമുഖത്തു നിന്നും നമുക്ക് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ. ഉന്മേഷ്. ശരി മിഥില. വിഷ്ണു സുരേഷ് കൂടി ഇപ്പോൾ തുടരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഈ കോസ്റ്റ് ഗാർഡ് എന്തെങ്കിലും പുതിയ വിവരങ്ങൾ നൽകുന്നുണ്ടോ? നേരത്തെ അവരുടെ അറിയിപ്പ് വന്നിട്ട് 2 മണിക്കൂർ പിന്നിട്ട കാര്യം വിഷ്ണു സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് കേന്ദ്രത്തിൽ ആസ്ഥാനത്ത് പുതിയ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ വിഷ്ണു? ഉന്മേഷ, ഇതുവരെ കോസ്റ്റ് ഗാർഡും നേവിയും പുതിയ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഒരുപക്ഷെ രക്ഷാപ്രവർത്തനം നടക്കുന്ന പശ്ചാത്തലത്തിലായിരിക്കും അവിടെ നിന്ന് വിവരങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ അതുൽ സാറുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹവും അക്കാര്യം വ്യക്തമാക്കിയിരുന്നു. കുറച്ച് സമയം ഡിലേ ഉണ്ട് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. നിലവിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. തീ അണക്കാനുള്ള ശ്രമവും അതോടൊപ്പം തന്നെ ഈ 4 പേരെ കണ്ടെത്താനുള്ള ശ്രമവുമാണ് നടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഈ 4 പേരെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ ഇന്ത്യൻ ചാനലിലാണ് ഇത്തരത്തിൽ ഒരു കപ്പൽ മറിയുകയും അതിൽ 4 പേരെ കാണാതാകുകയും ചെയ്തത്. അതുകൊണ്ട് അവരുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് ഇന്ത്യൻ നാവികസേനയെ സംബന്ധിച്ചിടത്തോളം, കോസ്റ്റ് ഗാർഡിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിയന്തരമായി അവരുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിന് തന്നെയാണ് പ്രാധാന്യം നൽകുന്നത്. ഒപ്പം തീ കിടത്താനുള്ള ശ്രമവും വളരെ ഊർജ്ജസ്വലമായി നടത്തുന്നുണ്ട്. ഫയർ ഫൈറ്റിംഗ് അടക്കമാണ് നടത്തുന്നത്. എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഈ 6 കപ്പലുകൾ കേന്ദ്രീകരിച്ച് ഫയർ ഫൈറ്റിംഗ് നടത്തുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. ഫയർ ഫൈറ്റിംഗ് പൂർത്തിയായി അത് സക്സസ് ആണെങ്കിൽ ഒരുപക്ഷെ ഈ കപ്പൽ ടഗ് ചെയ്ത് അടുത്ത തീരത്തേക്ക് അല്ലെങ്കിൽ അടുത്ത പോർട്ടിലേക്ക് എത്തിക്കും. അത് പക്ഷേ മുംബൈ പോർട്ടായിരിക്കും ഏറ്റവും അടുത്ത്. അത് എങ്ങനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അതെല്ലാം അടുത്ത ഘട്ടം മാത്രമാണ്. ഇപ്പോൾ പരമപ്രധാനമായും തീ അണക്കുക, അതോടൊപ്പം ഇവരെ കണ്ടെത്തുക എന്നുള്ള ശ്രമത്തിന് തന്നെയാണ് പ്രാധാന്യമുള്ളത്. ഈ 2 ആഴ്ചക്കിടെ നടന്ന 2 കപ്പലപകടങ്ങൾ അത് ആശങ്ക പരത്തുന്നതാണ്. അത് ഇന്ത്യൻ അറബിക്കടലിനെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ സമുദ്രത്തെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വലിയ ആശങ്ക പരത്തുന്നതാണ്. പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ആശങ്ക പരത്തുന്ന ഒരു സംഭവം തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ വേണം എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ആവശ്യം. ഉന്മേഷം. ശരി വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.